അവൻ എന്താണ് സ്വപ്നം കണ്ടത്? രണ്ട് സ്വപ്നം കണ്ടു. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. സ്വപ്നം കണ്ടത് 7 തടിച്ച പശുക്കള്. അതാണ് ആദ്യം ഇങ്ങനെ ഒന്ന് മേഞ്ഞോണ്ടിരിക്കുക. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോ 7 അസ്ഥിവഞ്ചനം പോലെയുള്ള പശുക്കള്. അത് കയറി വന്നു. അത് കയറി വന്നിട്ട് ഈ 7 തടിച്ച പശുക്കളെ ആ 7 എണ്ണം വിഴുങ്ങി കഴിഞ്ഞിട്ട് പോലും അത് ഈ തടിച്ച പശുക്കളെ വിഴുങ്ങിയത് ആയിട്ട് പോലും അറിയാത്ത രീതിയിൽ അത് വീണ്ടും കെല്ലിച്ച് തന്നെ ഇരുന്നു. ഫറവോന്റെ സ്വപ്നം യോസഫിനോട് യോസഫ് അത് ഇന്റർപ്രറ്റ് ചെയ്തു. യോസഫ് ഇന്റർപ്രറ്റ് ചെയ്തതാണ് ഇങ്ങനെയാണ് 7 തടിച്ച പശുക്കൾ കാണിക്കുന്ന 7 സമൃദ്ധിയുള്ള വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ സമൃദ്ധി ആദ്യം. അത് കഴിഞ്ഞ് 7 കെല്ലിച്ച അല്ലെങ്കിൽ മെലിഞ്ഞ പശുക്കൾ എന്ന് പറയുന്നത് സാമ്പത്തികമായി ഞെരുക്കമുള്ള 7 വർഷം. അപ്പോ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ജോസഫ് പറഞ്ഞു കൊടുത്തത്, സമ്പത്തുള്ളപ്പോൾ നീ സേവ് ചെയ്ത് മാറ്റി വെച്ചാൽ പിന്നെ ഒരു ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് പ്രയോജനപ്പെടുന്നു. അപ്പോ സമ്പത്ത് എപ്പോഴാണ് വരുന്നത്, ദാരിദ്ര്യം എപ്പോഴാണ് വരുന്നതെന്ന് ഡിസൈൻ ചെയ്യുന്നത് ഓരോരുത്തരാ. ഏത് നമ്മുടെ ലൈഫിലെ ഏത് സമയവും സമ്പത്തുള്ളതാക്കി മാറ്റാം. അതായത് അല്പം പണം ഇപ്പം എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയണതിൻ്റെ ഇടയ്ക്കും കുറച്ചൊക്കെ സേവ് ചെയ്യാനൊക്കെ പറ്റും. കാരണം അതിനേക്കാളും ദാരിദ്ര്യം പിന്നെ വരുമെന്നുള്ളത് ആർക്കറിയാം. അപ്പോൾ ഇന്ന് ദാരിദ്ര്യമാണ്, നാളെ സമ്പത്തുണ്ടാവും. അതുകൊണ്ട് ഇന്നുള്ളത് അടിച്ചു പൊളിക്കുക, നാളെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ നാളെ നേരെ തിരിച്ചാ വരുന്നെങ്കിൽ അവൻ വേണ്ടിയത് തന്നെ. ഉള്ളതില് നീക്കി വെക്കുക. അതുകൊണ്ടാണ് പണ്ടത്തെ കാരണന്മാരൊക്കെ പറഞ്ഞ ആദ്യം കൊയ്ത് കഴിഞ്ഞാൽ വിത്തിനുള്ള ഒരു മാറ്റി വെച്ചിട്ടേ പിന്നെ ഉള്ളത് എടുത്താണ് അവര് ചെലവിടുകയുള്ളൂ. അല്ല വിതയ്ക്കുള്ളൂ എന്നല്ല, വിതയ്ക്കുള്ളത് മാറ്റി വെച്ചിട്ടേ കഴിക്കാനെടുക്കുള്ളൂ. കഴിച്ചു കഴിഞ്ഞ് തീർന്നാലും വിതയ്ക്കുള്ളത് അവിടെ മാറ്റി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പുസ്തകം പറയുന്നത് ബ്രെഡ് ടു ദ ഈറ്റർ ആൻഡ് സീഡ് ടു ദ സോവർ എന്ന് പറഞ്ഞത്. വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുന്നവന് അപ്പവും. അപ്പോൾ സേവ് ചെയ്യുക സമയമുള്ളപ്പോൾ പിന്നീട് അത് പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പലരും പറഞ്ഞു ജീച്ചാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ജീച്ചാനും കൂടെ ഇൻവോൾവ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. ജീച്ചാൻ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവരെന്നെ വിളിക്കുക, നമുക്ക് ഒന്ന് വിതയ്ക്കാം, നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നെ വിളിക്കണം. See you soon. God bless you. Digital online business കേട്ടോ. എല്ലാം പറഞ്ഞ പോലെ God bless you.